അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലിക്കുട്ടനെ കാണാനായിട്ട് ദേ മിക്കു അല്ലിക്കുട്ടന്റെ ഒച്ച കേൾക്കുമ്പോഴേ ഇപ്പം വെളിയിലേക്ക് ഇറങ്ങി വരുവാ കേട്ടോ. അല്ലിക്കുട്ടനും പാറു ചേച്ചിയും കൂടെ അല്ലിക്കുട്ടന്റെ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോഴത്തേക്കിനും അവന്റെ ഒച്ച കേട്ടപ്പോ തന്നെ അതെ മിക്കു ഇറങ്ങി വഴിയിലോട്ട് പോയി. ഇതിലേ കയറി വന്നത് അവിടെ നിപ്പുണ്ട് കേട്ടോ, ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുവാണേ. ഇപ്പൊ അശ്വതി ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ മിക്കുവിന്റെ പുറകെ ഓടാനേ നേരമുള്ളൂ കേട്ടോ. അവനാണ് ഇപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി വരുവാ, മുറ്റത്തേക്കൊക്കെ. ഒച്ച കേട്ട അന്നേരം ഇറങ്ങി അല്ലിക്കുട്ടനെ കാണാൻ വേണ്ടി ഓടി വരും. മുടി ചീകാനിരുന്ന പാർട്ടി മിക്കുവിനെ കണ്ടപ്പോഴത്തേക്കിന് ചേച്ചിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. പുറകെ പൂച്ചപ്പെണ്ണും പോരുന്നുണ്ട് കേട്ടോ. അല്ലിക്കുട്ടന്റെ കൂടെ അവിടെ ഇരിക്കുവായിരുന്നു മുടി ചീകാനായിട്ട്. അവളും പുറകെ പോകുന്നു. അല്ലിക്കുട്ടനെ നിലത്ത് നിർത്താൻ പറ്റിയല്ല, ലീശില്ലാത്തത് കൊണ്ട് അല്ലിക്കുട്ടൻ വിട്ടു പോകും. അതുകൊണ്ട് ചേച്ചി അവനെ എടുത്തു പിടിച്ചോണ്ടിരിക്കുക. മിക്കു ചേച്ചിയുടെ കാലയിലൊക്കെ കയറി ഓടിച്ചെന്നത് പൂച്ചയുടെ അടുത്തോട്ട് പോയി. ഇനി പൂച്ചയുടെ അടി മേടിക്കാനായിട്ടാ. പൂച്ചപ്പെണ്ണാണ് ഇപ്പൊ ഇവിടുത്തെ വലിയ ആളായിട്ടാ വാഴുന്നത് കേട്ടോ. മിക്കുവിനെയും അല്ലിക്കുട്ടനെയും ഒക്കെ അവള് വരച്ച വര നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് മിക്കു ആണ്ട് ഇനി കാറിന്റെ അടിയിലോട്ട് കയറാനായിട്ട് പോവാ. അവന്റെ അടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് അശ്വതി ചേച്ചി അവനെ കൂട്ടിലേക്ക് ചുമ്മാ വെറുതെ ഒന്ന് ഇട്ടു നോക്കുവാണ്, അവനവിടെ കടക്കുവോന്നറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസമാണെ മിക്കു അവരുടെ അലമാരിയുടെ അടിയിൽ കയറിയിട്ട് അവന് ഇറങ്ങാൻ പറ്റാതെ കൊണ്ട് അവിടെ വന്ന് വിഷമിക്കുമായിരുന്നേ. അശ്വതി ചേച്ചിയാണെ പഠിച്ച പണി 18 നോക്കിയിട്ട് അവനെ ഇറങ്ങി വരുന്നില്ല. അശ്വതിക്കാണെ കുറച്ച് കാര്യം മതി, പെട്ടെന്ന് തന്നെ അശ്വതി കരയും. അശ്വതി പിന്നെ അവിടെ വന്ന് കരയും, അമ്മായി ഒന്ന് ഓടി വന്നേ അമ്മായി. മിക്കു അലമാരിയുടെ അടിയിൽ കയറിയിട്ട് അവൻ ഇറങ്ങാൻ മേലെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനും പാറുവും കാത്തും അല്ലിക്കുട്ടനെ ആയിട്ട് ഞങ്ങള് വേഗം ചെന്ന് അല്ലിക്കുട്ടനെ കൊണ്ടുവന്ന് അവരിവിടെ തന്നെ നിൽക്കുകയല്ലോ. ഞങ്ങള് പോകുമ്പോ അശ്വതി കരയുന്ന വെച്ച കേട്ടപ്പോഴാണ് ഞങ്ങളെക്കാട്ടിലും മുമ്പേ അവനാ ഇറങ്ങുന്നത്, ചാടി ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ ചെന്നിട്ട് അലമാരി പൊക്കി ഒരു സൈഡിൽ നിന്ന് പൊക്കി പിടിച്ചപ്പോഴത്തേക്കിന് മിക്കു പിന്നെ ഇറങ്ങി വന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മിക്കുവിന്റെ കളികള്. പിന്നത്തെ അല്ലിക്കുട്ടിനെ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് പാറു ചേച്ചി അവനെ അവിടെ നിർത്തിയപ്പോഴത്തേക്കിനാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചിന്നിക്കുട്ടി അവരുടെ സ്കൂളിൽ നിന്ന് ഏതാണ്ട് കൂപ്പൺ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്തോ ഫുട്ബോൾ ടൂർണമെന്റോ അങ്ങനെ ഏതാണ്ട് നടത്തുന്നതിന്റെ ഏതാണ്ട് 20 രൂപയുടെ ഏതാണ്ട് കൂപ്പൺ പിള്ളേരെല്ലാം കൊണ്ട് നടന്ന് വിൽക്കണം. അതിന് വേണ്ടിയിട്ട് ചിന്നുത ഇങ്ങോട്ട് കയറി വന്നപ്പം പാറു ചേച്ചി പൈസ എടുക്കാനായിട്ട് അകത്തോട്ട് കയറിപ്പോയേ. പാർക്കുട്ടിയും കാത്തും ഒക്കെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിന് ഇതുപോലെ കുറെ കൂപ്പണും കൊണ്ടൊക്കെ നടന്നിട്ടുള്ള സ്കൂളിൽ നിന്ന് കൊടുത്തു വിടുന്നത്. ചിന്നു വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. പാറുവൊക്കെ പണ്ട് കൂപ്പൺ വിൽക്കാനായിട്ട് നടന്ന ഓർത്ത്. പാറു ചേച്ചി അല്ലിക്കുട്ടനെ അശ്വതി ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ടാ കേട്ടോ അകത്തേക്ക് കയറിപ്പോയത്. ആ തക്കത്തിന് അല്ലിക്കുട്ടൻ മിക്കുവിന് ഉമ്മയൊക്കെ കൊടുക്കുക. മിക്കുവിനും അല്ലിക്കുട്ടനെ കണ്ട അപ്പൊ തന്നെ ഉമ്മ കൊടുക്കണം. പിന്നത്തെ പാറു ചേച്ചി ഇറങ്ങി വന്നത് അല്ലിക്കുട്ടന്റെ മുടിയൊക്കെ ചെയ്യുവാണ്. അതും കണ്ടോണ്ട് നമ്മുടെ മിക്കുക്കുട്ടനും അശ്വതി ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുക. ഇനി ഇത് കഴിയുമ്പോ മിക്കുവിന്റെ മുടി ഒന്ന് ചീകണം. അല്ലിക്കുട്ടൻ മുടിയൊക്കെ ചീകി മിടുക്കനായിട്ട് വന്നാൽ മിക്കുവിന് ഉമ്മ കൊടുക്കുവാണേ. അല്ലിക്കുട്ടനെ താഴെ നിർത്തി അപ്പൊ തന്നെ ഉമ്മ കൂടെയാ പരിപാടി. ചേച്ചി ഇവനെ എടുത്ത് മിക്കുവിനെ എടുത്തത് മുടി ചീകാനായിട്ട് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കും അല്ലിക്കുട്ടൻ പുറകെ ചെല്ലുക. എന്നിട്ട് മിക്കുവിനെ കാണാൻ വേണ്ടി ഒരുത്തൻ എത്തി വലിഞ്ഞൊക്കെയാ നോക്കുന്നത്. ഇവനെ കാണാതിരിക്കാൻ മേലെ ഇപ്പൊ ഒരുത്തനെ ഇവിടുന്ന് ഓടിച്ചേച്ചാണ് ഇപ്പൊ ഇവന്റെ പുറകെ നടക്കുന്നത്. പിന്നെ ഉമ്മ കൊടുക്കാനായിട്ട് കയറുവാ കേട്ടോ. ഉമ്മ കൊടയാ, മിക്കുവും കൊടുക്കുന്നുണ്ട് ഉമ്മ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉമ്മ കൊടുത്ത് സ്നേഹിക്കുവാണ്. പിന്നെ കുറെ നേരമൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞ് ബാക്കി സമയം അല്ലിക്കുട്ടൻ താഴെ ഇരുന്ന് കാണുക കേട്ടോ. മടുത്തും തോന്നും നിന്ന് കുറച്ചു നേരം ഇനി ഇരുന്ന് കാണാമെന്ന് ഓർത്താ. അങ്ങനെ പാറു ചേച്ചി അല്ലിക്കുട്ടനെയും മിക്കുക്കുട്ടനെയും ഒക്കെ മുടിയൊക്കെ ചീകി രണ്ടുപേരെ നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി. പിന്നെ പാറു ചേച്ചി മിക്കുവിനെ കുറച്ചു നേരം എടുത്ത് മടിയിലൊക്കെ വെച്ചോണ്ടിരിക്കുക. അല്ലിക്കുട്ടൻ അന്നേരം ഓടി ചെല്ലുക കേട്ടോ മിക്കുവിന്റെ അടുത്തേക്ക്. അല്ലിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് മിക്കുവിനെ താഴെ നിർത്താൻ പറ്റിയല്ല, നിർത്തിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ കിടന്നോണ്ട് അടിയാ കേട്ടോ. പിന്നത്തെ താഴെ നിർത്തിയാത്ത ഇങ്ങനത്തെ പരിപാടിയൊക്കെയാ കേട്ടോ, രണ്ടും കൂടെ കിടന്ന് വഴക്ക്. അല്ലത്തെ മിക്കുവാണെങ്കിൽ അല്ലിക്കുട്ടനെ ചാടി അടിക്കുവാണ്, അല്ലിക്കുട്ടനാണെ മറിച്ചിട്ട് അടി കൊടുക്കുവാണ്. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ പാറു ചേച്ചിയും കാത്തു ചേച്ചിയും രണ്ടുപേരെ അപ്പറേ ഇപ്പറേ പിടിച്ചു കേട്ടോ. ഇനി വഴക്ക് ഭയങ്കരമായിട്ട് കൂടും. മിക്കു പിന്നെ ഓടി ചെല്ലുക, അവന്റെ ലീശ് കടിച്ചു പിടിച്ചിരിക്കുക. ഇനി അവനെ ലീശ് പിടിച്ചുകൊണ്ട് പോവുക. പിന്നെ അശ്വതി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് മിക്കുവും കൂടെ പോകാനായിട്ട് ഇറങ്ങി ചെന്നതാ. പക്ഷെ മിക്കു വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു കയറി പോരും കേട്ടോ. മിക്കുവിന് അല്ലിക്കുട്ടനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. മിക്കുവിന് കളിച്ച് മതിയായിട്ടില്ല കേട്ടോ. മിക്കുവിന് ഇതിലെ ഓടിച്ചാടി നടന്ന് കളിക്കാനായിട്ടൊക്കെ നല്ല രസമല്ല. അത് കാരണം മിക്കു തിരിച്ച് ഇങ്ങോട്ട് കയറി പോന്ന്. ഇനി അശ്വതിയും തിരിച്ച് കയറി പോന്ന് കേട്ടോ മിക്കുവിന്റെ പുറകെ. മിക്കുവിന് അവർക്ക് കുറച്ച് മിറ്റേ ഉള്ളൂ. അതുകൊണ്ട് മുറ്റത്തുനിന്ന് പെട്ടെന്ന് തന്നെ വഴിയിലേക്ക് ഇവൻ ഇറങ്ങും. അതുകൊണ്ട് അശ്വതി അങ്ങനെ വാതിക്കലോട്ട് ഒത്തിരി സമയം ഇറക്കാറില്ല. ഇവിടെ വന്നപ്പോഴത്തെ അശ്വതിക്ക് പിടി കൊടുക്കാതെ കൊണ്ട് ഓടിച്ചാടി നടക്കുക. അശ്വതിനെ ഇട്ട് ഓടിക്കുക കേട്ടോ. അശ്വതിയും അവന്റെ പുറകെ പാറുവും കാത്തും ഒക്കെ അല്ലുവിന്റെ പുറകെ നടക്കുന്ന പോലെ അശ്വതിയും ഇപ്പൊ ഇവന്റെ പുറകെ നടപ്പാണ്.
ഇവരുടെ പുറകെയുള്ള നടപ്പും ഇവരുടെ കളി ഓട്ടവും ചാട്ടവും ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതല്ലേ. നമ്മൾ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങള്. അങ്ങനെ അല്ലിക്കുട്ടനും മിക്കുമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കളിക്കും. രണ്ടുപേരും ഭയങ്കര കൂട്ടൊക്കെയാ. പക്ഷെ രണ്ടുപേരും താഴെ നിർത്തിക്കഴിഞ്ഞാൽ വഴക്കുമാണ്. അശ്വതി പിന്നത്തെ മിക്കുവിനെ പിടിച്ചോണ്ട് പോവുക കേട്ടോ. ഇത്തിരി സമയമായ അശ്വതി വന്നിട്ട്. അശ്വതി പറഞ്ഞു ഇനി പിന്നെ വരാതെന്ന് പറഞ്ഞതേ പോവുക കേട്ടോ. അങ്ങനത്തെ മിക്കുവിനെയും കൊണ്ട് പോയപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ നോക്കി നിൽക്കുക. മിക്കുവിനെ താഴെ ഇറക്കി കഴിഞ്ഞത് അല്ലിക്കുട്ടനെ ഇവർ എടുത്ത് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അല്ല പിന്നെ രണ്ടും കൂടെ വഴക്കുണ്ടാകും. അതുകൊണ്ട് കാത്തു ചേച്ചി അവനെ എടുത്ത് പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ അശ്വതി ചേച്ചി പോവുകയാണ്. അശ്വതി ചേച്ചി പോയി അവിടെ കൊണ്ട് നിർത്തിയതറിയാതെ മിക്കു വീണ്ടും ഇങ്ങോട്ട് ഓടി വന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അകത്ത് കയറി പോയായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ അശ്വതി പോയി. പിന്നെ ഈ സമയത്തൊക്കെ നമ്മുടെ പൂച്ചപ്പെണ്ണ് കാറിന്റെ അടിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാ പൂച്ചപ്പെണ്ണിനെ കാണിക്കാഞ്ഞത്. മിക്കുവിനെ ഇച്ചിരി അവൾക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മിക്കു ഓടി ഓടി അവളുടെ അടുത്തോട്ട് ചെല്ലും. അതുകൊണ്ട് മിക്കുവിനെ കുറച്ച് പേടിയുണ്ട് പൂച്ചപ്പെണ്ണിന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനി മിക്കുവിന്റെയും അല്ലിക്കുട്ടന്റെയും നമ്മുടെ പൂച്ചപ്പെണ്ണിന്റെയും ഒക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ.